ഉംറ എന്ന് പറയുന്നത് വളരെ ലളിതമായി നിർവഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ ഉംറ പൂർത്തീകരിക്കപ്പെടും. ഇഖ്ലാസോടുകൂടി നമ്മൾ ഈ 4 കാര്യങ്ങൾ ചെയ്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉംറ നമ്മിൽ നിന്ന് സ്വീകരിക്കും. അതിൽ ഒന്നാമത്തത് ഇഹ്റാമിൽ പ്രവേശിക്കലാണ്. ഓരോ നാട്ടുകാർക്കും നിശ്ചയിക്കപ്പെട്ട മീഖാത്തുകളുണ്ട്. ആ നിർണിതമായ മീഖാത്തിൽ വെച്ച് ഞാൻ ഉംറയിൽ പ്രവേശിക്കുകയാണ് എന്ന് മനസ്സിൽ കരുതുന്നതിനാണ് ഇഹ്റാം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ലബ്ബൈക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഖൈറാണ്, അത് സുന്നത്താണ്. ഇനി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഹൃദയത്തിൽ ഞാൻ ഉംറയിൽ പ്രവേശിക്കുകയാണ് എന്ന് നിർണിതമായ മീഖാത്തിൽ വെച്ചുകൊണ്ട് പറയുക. ഈ നിലയ്ക്ക് ഇഹ്റാമിൽ പ്രവേശിക്കലാണ് ഉംറയുടെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുരുഷന്മാരായ ആളുകൾ ശരീരത്തിൻ്റെ ആകൃതിയിൽ തുന്നിയ വസ്ത്രങ്ങളൊന്നും ധരിക്കരുത്. മറിച്ച് ഒരു തുണിയും ഒരു മേൽമുണ്ടും അതാണ് അവരുടെ വസ്ത്രമായിരിക്കേണ്ടത്. പാൻറ് ധരിക്കരുത്, അണ്ടർവെയറുകൾ ധരിക്കരുത്, കാല് മുഴുവൻ മൂടുന്ന രൂപത്തിലുള്ള ഷൂ, സോക്സ് എന്നിവ ധരിക്കാൻ പാടില്ല, തല മറയ്ക്കാൻ പാടില്ല. അതേപോലുള്ള കാര്യങ്ങൾ, ആ നിലക്കുള്ള വസ്ത്രങ്ങൾ പുരുഷൻ ധരിക്കാൻ പാടില്ല. എന്നാൽ കാല് മുഴുവൻ മറയാത്ത ചെരുപ്പുകളാവാം. അതേപോലെ തന്നെ ഒരു തുണിയും മേൽമുണ്ടുമാണ് ധരിക്കേണ്ടത്. അത് വെള്ള തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്ത്രീകളാകട്ടെ അവർ നിഖാബ് ധരിക്കരുത്, അഥവാ മുഖം മറയ്ക്കാൻ വേണ്ടി പ്രത്യേകം ഉപയോഗിക്കുന്ന വസ്ത്രം, അതാണ് നിഖാബ്, അത് ധരിക്കരുത്. കയ്യുറയും ധരിക്കരുത്. എന്നാൽ അവർക്ക് കാല് മുഴുവൻ മറയുന്ന രൂപത്തിലുള്ള ഷൂ, സോക്സ് എന്നിവ സ്ത്രീകൾക്ക് ധരിക്കാം, പുരുഷന്മാർക്കാണ് ധരിക്കാൻ പാടില്ലാത്തത്. ഇത് മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പലരും അത് ശ്രദ്ധിക്കാതെ മീഖാത്ത് കടന്നു പോവാറുണ്ട്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഗന്ധം പൂശാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ മുടികൾ, ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും മുടിയെടുക്കരുത്, നഖം വെട്ടരുത്, തൊലിയിൽ നിന്ന് വല്ലതും നമ്മൾ മനഃപൂർവ്വം നീക്കം ചെയ്യാൻ പാടില്ല, വിവാഹം ആലോചിക്കരുത്, സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഏർപ്പെടരുത് ഭാര്യ ഭർത്താക്കന്മാർ. അതുമായി ബന്ധപ്പെട്ട മറ്റു സംസാരങ്ങളിലോ സ്പർശനങ്ങളിലോ അതേപോലെയുള്ള ചുംബനങ്ങളിലോ ഒന്നും അവർ ഏർപ്പെടാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതേപോലെ തന്നെ വേട്ടയാടാൻ പാടില്ല, ഇതേപോലെയുള്ള കാര്യങ്ങൾ അവർ ഇഹ്റാമിൽ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയുമാണ് ഇഹ്റാമിൻ്റെ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് ശ്രദ്ധിച്ചുകൊണ്ട് പിന്നെ നമുക്ക് രണ്ടാമത് ചെയ്യാനുള്ളത് കഅബാലയം തവാഫ് ചെയ്യലാണ്. കഅബാലയം തവാഫ് ചെയ്യുക. ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ വെച്ച് തുടങ്ങി കഅബാലയത്തെ ഇടതുഭാഗത്താക്കിക്കൊണ്ട് നമ്മൾ 7 തവണ കഅബാലയം തവാഫ് ചെയ്യണം. ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ വെച്ച് തുടങ്ങി വീണ്ടും ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ എത്തിയാൽ അതാണ് ഒരു തവാഫ്. അങ്ങനെ 7 തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ തവാഫ് പൂർത്തീകരിക്കപ്പെട്ടു. അത് കഴിഞ്ഞാൽ പിന്നെ സഅയാണ്. സഅയ് സഫയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. സഫയിൽ നിന്ന് തുടങ്ങി മർവ വരെ ഒരു സഅയാണ്. പിന്നെ മർവയിൽ നിന്ന് സഫ വരെ മറ്റൊരു സഅയാണ്. സഅയ് എന്ന് പറഞ്ഞാൽ നാം സഫ മർവ കുന്നുകൾക്കിടയിലൂടെയുള്ള നടത്തമാണ്. 2 പച്ച അടയാളങ്ങളുള്ള ഭാഗമുണ്ട്, 2 പച്ച ലൈറ്റുള്ള ഭാഗമുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ നല്ല സ്പീഡിൽ ഓടണം പുരുഷന്മാർ, സ്ത്രീകളില്ല. ഇതാണ് സഅയ്. അപ്പോൾ സഫയിൽ നിന്ന് തുടങ്ങി മർവ വരെ 1, മർവയിൽ നിന്ന് വീണ്ടും സഫയിലേക്ക് വരിക 2, അങ്ങനെ 7 സഅയ്. മർവയിലാണിത് അവസാനിക്കുന്നത്. അതോടുകൂടി സഅയും പൂർത്തീകരിക്കപ്പെട്ടു. പിന്നെ ചെയ്യേണ്ടത് 4ാമത്തെ കാര്യം തലമുണ്ടനം ചെയ്യലാണ്. പുരുഷന്മാരാണെങ്കിൽ മുഴുവനായി മുടിയെടുക്കുക, മുഴുവനായി മൊട്ടയടിക്കുക തന്നെ ചെയ്യുക. അതാണ് ഏറ്റവും അഫ്ളൽ. അതിന് കഴിയുന്നില്ലെങ്കിൽ തല മുഴുവൻ ചെറുതാക്കണം. ചില ആളുകൾ എവിടെ നിന്നെങ്കിലുമൊക്കെ അല്പം മുടിയെടുക്കും. അങ്ങനെയല്ല വേണ്ടത്. തലമുടി മുഴുവൻ ചെറുതാക്കുക, അല്ലെങ്കിൽ മുഴുവനായി മൊട്ടയടിക്കുക പുരുഷന്മാർ. സ്ത്രീകളാണെങ്കിലോ അവരുടെ മുടി മുഴുവനായി കൂട്ടിപ്പിടിച്ച് അറ്റത്ത് നിന്ന് ഒരു വിരലിൻ്റെ അത്രയും വലുപ്പത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ രൂപത്തിലോ അവർ മുടി മുഴുവൻ എടുത്താൽ അവർ തഹല്ലുലായി. തവാഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വുളു ഉണ്ടായിരിക്കണം. ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധി ഉണ്ടായിരിക്കണം. ഹൈളുകാരികളായ ആളുകൾക്ക് അതേപോലെ തന്നെ വലിയ അശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ വുളുവില്ലാതെ തവാഫ് ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നാൽ സഅയിൽ ഈ ഒരു നിബന്ധനയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ തവാഫ്, അതേപോലെ തന്നെ സഅയ്, മുടിയെടുക്കൽ, മീഖാത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കൽ, ഇത്രയും കാര്യങ്ങൾ ഒരാൾ ചെയ്താൽ അൽഹംദുലില്ലാ ആ വ്യക്തിയുടെ ഉംറ സ്വീകരിക്കപ്പെടുന്നതാണ്.